ക്കുവാനുള്ള അവസരമാണ്. സഹോദരി ഫിലോ വിൻസനെ അതിനുവേണ്ടി ക്ഷണിച്ചോളും. സഹോദരി കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ സൗദി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ അടുത്തേക്ക് ഇന്ന് പാട്ടിനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. സഹോദരിയെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമുക്ക് വഹിക്കാം. ഇന്ന് പാട്ടുകൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സഹോദരി അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആശ്രയം നീ മാത്രമേ, പ്രിയനേ എന്നേശുവേ, ആശ്രയം നീ മാത്രമേ. ആരാധന എൻ ദൈവത്തിനാരാധന, ആരാധന എൻ രാജാവിനാരാധന, ആരാധന എൻ ദൈവത്തിനാരാധന, ആരാധന എൻ രാജാവിനാരാധന. താഴ്വരയിൽ ഇടയനായി കൂടുന്നവൻ, താഴ്വരയിൽ ഇടയനായി കൂടുന്നവൻ, എന്നുമെന്നും കൂടുന്നതാ കുറവൊന്നും എനിക്കില്ലേ, എന്നുമെന്നും കൂടുന്നതാ കുറവൊന്നും എനിക്കില്ലേ. ആരാധന എൻ ദൈവത്തിനാരാധന, ആരാധന എൻ രാജാവിനാരാധന, ആരാധന എൻ ദൈവത്തിനാരാധന, ആരാധന എൻ രാജാവിനാരാധന. ദിനംതോറും കൃപയാലെ ഇടറാതെ നയിക്കുന്നവൻ, ദിനംതോറും കൃപയാലെ ഇടറാതെ നയിക്കുന്നവൻ, അവനെ ഞാനെന്നും സ്തുതിച്ചിടുമേ, അനവരതം പാടുമേ. അവനെ ഞാനെന്നും സ്തുതിച്ചിടുമേ, അനവരതം പാടുമേ. ആരാധന എൻ ദൈവത്തിനാരാധന, ആരാധന എൻ രാജാവിനാരാധന, ആരാധന എൻ ദൈവത്തിനാരാധന, ആരാധന എൻ രാജാവിനാരാധന. പ്രിയനേ എന്നേശുവേ, ആശ്രയം നീ മാത്രമേ. രണ്ടാമത്തെ പാട്ടാണ്. ചങ്കു പിളർന്നതാണേ, നിനക്കവൻ തന്നുയിൽ തന്നതാണേ. ചങ്കു പിളർന്നതാണേ, നിനക്കവൻ തന്നുയിൽ തന്നതാണേ. നോവിനുലയിൽ പ്രിയ കാണലുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ കാണലുലഞ്ഞ
നിന്നെ വഹിച്ചതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർ തന്നതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർ തന്നതാണേ എന്തൊരു നിർണയം എന്തു മഹാത്ഭുതം സ്വജപിതാവിൻഹിതം ഓ എന്തൊരു നിർണയം എന്തു മഹാത്ഭുതം സ്വജപിതാവിൻഹിതം ഏകദനയനെ ആദരിയാതെന്നെ വേദകൃപാസാഗരം ഏകദനയനെ ആദരിയാതെന്നെ വേദകൃപാസാഗരം ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർ തന്നതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർ തന്നതാണേ എന്തൊരു സ്നേഹം എന്തൊരു ത്യാഗം ക്രൂശിൻ കാൽവരിയിൽ എന്തൊരു സ്നേഹം എന്തൊരു ത്യാഗം ക്രൂശിൻ കാൽവരിയിൽ നൊന്തു പിടഞ്ഞതാ പ്രാണൻ വെടിഞ്ഞേശു നിന്നിന്റെ മോക്ഷത്തിനാ നൊന്തു പിടഞ്ഞതാ പ്രാണൻ വെടിഞ്ഞേശു നിന്നിന്റെ മോക്ഷത്തിനാ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർ തന്നതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർ തന്നതാണേ നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർ തന്നതാണേ. താങ്ക് യു സിസ്റ്റർ. വളരെ മനോഹരമായ രണ്ട് പാട്ടുകൾ. എനിക്ക് ഈ രണ്ട് പാട്ടും പുതിയതായിരുന്നു. വളരെ അർത്ഥവത്തായ രണ്ട് പാട്ടുകൾ പാടുവാൻ പ്രിയ സിസ്റ്ററെ ദൈവം ബലപ്പെടുത്തി വന്ന ഒരു ആരാധനാ ഗീതമായിരുന്നു ആദ്യം പാടിയത്. കൂരിരുൾ താഴ്വരയിൽ നിന്ന് ദൈവം നമ്മളെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആരാധിച്ചുകൊണ്ടുള്ള ഒരു ഗാനവും, അതുപോലെ കർത്താവ് നമ്മളെ എങ്ങനെയാണ് വീണ്ടെടുത്തത്, ചങ്ക് പിളർന്ന് അവിടുത്തെ ജീവനെ തന്ന് ഒടുവിലത്തെ തുള്ളി രക്തം വരെ ഊറ്റി തന്നാണ് നമ്മളെ വീണ്ടെടുത്തത്. അത് വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ട്. വളരെ മനോഹരമായ രണ്ട് പാട്ടുകളായിരുന്നു. തുടർന്ന് സിസ്റ്ററിന് ഇനിയും ദൈവം ധാരാളം അവസരങ്ങൾ തരട്ടെ. ഞങ്ങളുടെ മധ്യത്തിൽ ഇനിയും വന്ന് പാടുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. തുടർന്നും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് വചന കേൾവിക്കുള്ള സമയമാണ്. ഇന്ന് നമുക്ക് അതിനായിട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സുനി ജോബിയാണ്. സഹോദരിയെ അതിനു വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം സിസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ആത്മമിത്രത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. 2 ദിവസം മുന്നേ എൻ്റെ മോള് ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ പാട്ടുപാടാനായിട്ട് വന്നിരുന്നു. ഒരുപാട് നാളുകളായി സൂം മീറ്റിങ്ങുകളിൽ ഞാൻ അങ്ങനെ കയറാറില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഇവിടെ വചനവുമായിട്ട് വന്നു നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ സഹോദരിമാരോട്, പ്രത്യേകാൽ ശിവാന്റിയോട് ഞാൻ നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഒരു ക്ഷമാപണം നടത്തുന്നു. ഈ മീറ്റിങ്ങിന്റെ അവസാന സമയം വരെ എനിക്കിരിക്കാൻ പറ്റിയെന്ന് വരില്ല. 7:30 ഞങ്ങളുടെ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഒരു 7 മണി കഴിയുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകേണ്ടത് ആവശ്യമാണ്.
അതുകൊണ്ട് എന്നോട് ദയവായിട്ട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മൾക്കിന്ന് പ്രാർത്ഥനാ മീറ്റിംഗ് വളരെ നാളുകളായിട്ട് എനിക്ക് തന്നെ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ തന്നെ പല പ്രാവശ്യം ഞാൻ മെസ്സേജുമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനയെ പറ്റിയുള്ള ചിന്തകൾ തന്നെയാണല്ലോ എല്ലാവരും പങ്കുവെക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഒരുപാട് പ്രാർത്ഥനയെ പറ്റി നമ്മളിപ്പോ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു. റെഗുലർ ആയിട്ട് ഇതിനകത്ത് കയറുന്ന ആന്റിമാര് സഹോദരിമാരൊക്കെ പ്രാർത്ഥനയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പ്രാർത്ഥനയുടെ തന്നെ ഒരു വ്യത്യസ്തമായ രീതിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തോട് കഴിഞ്ഞ ദിവസം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയ്ക്കാണ് ദൈവം എനിക്ക് ഇതിനുള്ള മറുപടിയും വിഷയവും തന്നത്. ആക്ച്വലി ഞാനത് നാളുകൾക്ക് മുമ്പേ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു. കേട്ടിട്ടുണ്ട്, നമ്മുടെ ചരിത്രത്തില് 4 യാമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ഏത് ബന്ധങ്ങളിലും 4 യാമങ്ങൾ നമ്മൾക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ 4 യാമങ്ങളിലും ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? ഓരോ യാമങ്ങളിലും ദൈവം ഇടപെടുന്നത് വ്യത്യസ്തമാണ്. നമുക്കറിയാം, ചരിത്രത്തില് പലപ്പോഴും ദൈവം പഴയ നിയമത്തിൽ ഇടപെട്ടതും പുതിയ നിയമത്തിൽ ഇടപെട്ടതും എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. ദൈവം അതേ രീതിയിൽ ദൈവമായിരിക്കുന്നുവെങ്കിലും ദൈവത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ ഇടപെടലുകളിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ 4 യാമങ്ങളിലും ദൈവം നമ്മളോട് ഇടപെടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിച്ചു തീർന്നിട്ടില്ല. അതിന്റെ ഒരു ചുരുക്ക രൂപം മാത്രം ഞാൻ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മാത്രം ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ 4 യാമങ്ങളും ഒരുമിച്ച് വരുന്നത് മർക്കോസിന്റെ സുവിശേഷം 13:35 വാക്യത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷം 13:35 വാക്യത്തിലാണ്. അവിടെ പറയുന്നത്, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായിക കൊണ്ട്. അതായത് സന്ധ്യ, അർദ്ധരാത്രി, കോഴി കൂകുന്ന നേരം, അല്ലെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ അതിരാവിലെ. ഈ 4 സമയങ്ങളെയാണ് നമ്മൾ 4 യാമങ്ങളായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യാമങ്ങളെ പറ്റിയൊക്കെ എന്നെ കേൾക്കുന്ന സഹോദരിമാർക്ക് അറിയാം, കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയം ആദ്യത്തെ യാമം, 9 മണി തൊട്ട് 12 മണി വരെയുള്ളത് 2-ാം യാമം, 12 മണി തൊട്ട് 3 മണി വരെയുള്ളത് 3-ാം യാമം, 3 മണി തൊട്ട് 6 മണി വരെയുള്ളത് 4-ാം യാമം. ഈ നിലയിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലെ യാമങ്ങളെ പറ്റിയാണ് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വാക്യത്തോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്നെ ഒരു യാത്ര ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 14 നമ്മൾ കാണുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യമാണ്. അതിനുശേഷം ശിഷ്യന്മാർക്ക് നിയോഗം കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്ന ഒരു സമയം, അതായത് ശിഷ്യന്മാര് നടുക്കടലിൽ തുഴഞ്ഞു തുടങ്ങിയ സമയം, കർത്താവ് കൂടെയില്ല. ആ ഒരു സമയത്ത് നമുക്കറിയാം, ഇതിനെ നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട സമയമാണ്. രക്ഷിക്കപ്പെട്ട ആ സമയത്ത് നമ്മളുടെ ഒരു ആവേശം, ഉത്സാഹം, അതൊക്കെ വ്യത്യസ്തമാണ്. നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ ദൈവം ശിഷ്യന്മാർക്ക് ഒരു പ്രത്യേക യേശുക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് പ്രത്യേക നിയോഗം കൊടുത്തിട്ട് അവരോട് അക്കരയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞു വിടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവർ ആവേശത്തോടെ തുഴഞ്ഞു തുടങ്ങുകയാണ്. അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശുഭമാണ്, ഒരു തടസ്സവും ഇല്ല. കാരണം അവർക്ക് തുഴയാൻ അറിയാം. ഈ നദിയും ഈ കടലും ഒന്നും അവർക്ക് പുത്തിരിയല്ല. അങ്ങനെ അവർ പോകുന്ന ഒരു സമയം, നല്ലൊരു തുടക്കം. നമ്മൾ പറയുന്ന വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ശുഭപ്രതീക്ഷയുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഒരു സമയം, അതായത് നമ്മളൊക്കെ വിശ്വാസ ജീവിതം ആരംഭിച്ച ഒരു സമയം, ആവേശത്തോടു കൂടി എന്തിനും റെഡിയാണ്. പാട്ട് പാടണോ റെഡിയാണ്, പ്രാർത്ഥിക്കണോ റെഡിയാണ്, ഉപവസിക്കണോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കണോ, എന്തിനും ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഒരു സമയം. അതൊരു നല്ല സമയം തന്നെയാണ്. കാരണം ആ ഒരു ആവേശം വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ജീവിതയാത്ര എല്ലായ്പ്പോഴും സുഗമമായി എന്ന് വരില്ല. ആ സുഗമമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷകരമായ അനുകൂലകരമായ ആ സാഹചര്യത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മളെ തന്നെ, മറ്റുള്ളവരെയല്ല, നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇടയ്ക്ക് നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, അനേകര് വിശ്വാസ ജീവിതം നമ്മൾ നോക്കുമ്പോൾ തന്നെ ബൈബിളിൽ തന്നെ ഉണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്കറിയാം, നല്ല തുടക്കമായിരുന്നു, പക്ഷെ എത്തേണ്ടടുത്ത് എത്തിയില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ തുടങ്ങിയില്ല എങ്കിൽ
നമ്മൾക്ക് പിന്നെ എന്താ പറയുന്ന പിന്നീടുള്ള ഈ യാമങ്ങളിൽ പ്രശ്നങ്ങൾ കൂടുതൽ വരുവാണ്. ആ ഒരു സമയത്ത് ലക്ഷ്യം ഉറപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. വെറുതെ നടുക്കടലിൽ കിടന്ന് തുഴയാം എന്നല്ലാതെ എത്തേണ്ടടുത്ത് എത്തിയെന്ന് വരില്ല. അതിന്റെ അർത്ഥം സ്വർഗത്തിൽ പോകില്ല എന്നല്ല കേട്ടോ. ദൈവം ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ ആക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തോടു കൂടിയാണ്. ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നത് അക്കരയ്ക്ക് പോകുക എന്നുള്ള നിയോഗത്തോടെയാണ്. നമ്മളെയും അതുപോലെ ദൈവം ആക്കിയിട്ടുണ്ട്. ആ ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് സൽപ്രവൃത്തിയാണ് ചെയ്യേണ്ടത്, ദൈവത്തിന് വേണ്ടി എങ്ങനെ ഫലം കായ്ക്കണം, ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്ക് എത്താതെ വെറുതെ നടുക്കടലിൽ കിടന്ന് തുഴയാം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ രക്ഷിക്കപ്പെട്ട ആ ഒരു സമയത്തുണ്ടാകുന്ന ആവേശത്തില് നമ്മൾ എടുക്കുന്ന തീരുമാനം അത് ഉറച്ചു തന്നെ ഇരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയാനുണ്ട്. അപ്പൊ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെടുന്ന ഒരു സമയത്ത് നമ്മുടെ എല്ലാവരും, എനിക്കറിയാം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് എന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുമായിരുന്നു. എന്ത് പ്രാർത്ഥിച്ചാലും അതിനോടനടി മറുപടി തരുമായിരുന്നു. അപ്പോ ഇപ്പൊ എന്താണെന്നറിയില്ല, ദൈവം പണ്ടത്തെ പോലെ അങ്ങോട്ട് മറുപടി തരുന്നില്ല. ഇത് ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെയും അനുഭവം അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു സമയങ്ങളിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു, എന്നാൽ ഇപ്പോൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. സത്യത്തിൽ ദൈവം കേൾക്കുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്. നമ്മളത് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്കത് കേൾക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഒരു ഉദ്ദേശം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയാണ്. നമുക്കറിയാം, കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവരിങ്ങനെ വിക്കി അല്ലെങ്കിൽ പതുക്കെ കൊഞ്ചി ഓരോ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളത് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും കുഞ്ഞു മക്കൾക്ക് നമ്മൾ കൊടുക്കും. കാരണം അവരുടെ വായിൽ നിന്നുള്ള ആ കാര്യം, പപ്പ അത് തരുമോ, മമ്മി അത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് കൊടുക്കാനുള്ള ഒരു സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ആ കുഞ്ഞിന്റെ മനസ്സിൽ ഒരു ബോധ്യം വരികയാണ്, എന്നെ കരുതുന്ന, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു മാതാപിതാവ് എനിക്കുണ്ടെന്നുള്ളൊരു ബോധ്യം ചെറുപ്രായത്തിൽ തന്നെ ആ കുഞ്ഞിന് നമ്മൾ കൊടുക്കുകയാണ്. എന്നാൽ ഈ കുഞ്ഞൊരു 18, 19, 20 വയസ്സായി കഴിയുമ്പോഴോ, അങ്ങനെ ആ ഒരു പ്രായത്തിൽ ഈ കുഞ്ഞ് ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെയിറ്റ് ചെയ്യാൻ, അല്ലെ? കുഞ്ഞിനോട് പറയും, നിനക്കിപ്പോ പ്രായമായിട്ടില്ല, വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആദ്യ സാഹചര്യങ്ങളിൽ, രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേൾക്കുന്നു. പിന്നീടുള്ള സമയത്ത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് നമുക്കുള്ളത്. നമുക്ക് പ്രാർത്ഥന വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. കാരണം വിശ്വാസം ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മള് വിശ്വാസമില്ലാതെ, കാരണം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും അറിയുന്നു. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിശ്വാസം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടോ നേടിയെടുത്ത ഒരു വിശ്വാസമല്ല. ദൈവം രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് തന്ന വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന്റെ ഒരു തുടക്കമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ലക്ഷ്യം ഉറപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്നത് എത്ര നല്ലൊരു ദൈവം, എന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്നത്, കഷ്ടതയില്ല, പ്രതികൂലമില്ല, പ്രലോഭനമില്ല, നിരാശയില്ല. ഈ സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാളും ഈ ഒരു ഒന്നാം യാമമൊക്കെ കഴിഞ്ഞ് ഒരു പരിധിയൊക്കെ എത്തി നിൽക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കഷ്ടപ്പാടുകളും പ്രതികൂലങ്ങളും കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാത്തത്. കണ്ടോ, ദൈവം എന്റെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, അത് നമ്മളുടെ അല്ലെങ്കിൽ നമ്മളെ നടക്കാൻ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിൽ നടക്കാനല്ല, നിൽക്കാൻ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിൽ നിൽക്കാനായിട്ട് ദൈവം പഠിപ്പിക്കുകയാണ്. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോകുന്നത് ശോധനകളുടെ, കഷ്ടതകളുടെ നാടുകളിലേക്കാണ്. അവിടെ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നു. ദൈവം പരിശോധനകളിലൂടെ നമ്മളെ കടത്തിവിടുന്നുണ്ട്. വിശ്വാസം ഉറപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാം യാമത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സമയം, അത് മാത്രമല്ല അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, അതുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന മുഴുവൻ ദൈവം കേൾക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമയമാണ്. എന്നാൽ അതേ വ്യക്തി തന്നെ മറ്റൊരു സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ല, ഇതല്ല ജീവിതം, ഇനിയും മുന്നോട്ട് പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. രണ്ടാം യാമത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. 20 മിനിറ്റ് കൊണ്ട് ഈ 4 യാമങ്ങളിൽ സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ 4ആം യാമത്തിൽ എത്തിയിട്ടേ പോവുള്ളൂ. അപ്പം 9 തൊട്ട് 12 വരെയുള്ള സമയമാണ് രണ്ടാമത്തെ യാമം എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ ചിന്തിക്കുന്നു, ഇവിടേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടല്ലോ, ഒന്നോ യാമത്തിലെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു, ആവേശത്തോടെ തുഴഞ്ഞു പോകുന്നു, പ്രതികൂലമില്ല, പ്രശ്നങ്ങളില്ല, പ്രലോഭനങ്ങളില്ല, മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി കിട്ടുകയാണ്. അപ്പൊ എന്ത് നല്ല ദൈവം, എന്ത് നല്ല പാത എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ പിന്നെ കാണുന്നത് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നമുക്കറിയാം 9 മണി തൊട്ട് 12 ആ ഒരു ഇരുട്ട് വീഴുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മുടെ പാതകളിലൊക്കെ ഇരുട്ട് വീണ് തുടങ്ങുകയാണ്. നമുക്കറിയാം ഇരുട്ട് വീഴുമ്പോൾ അവ്യക്തമായ കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ചിലതൊന്നും കഴിഞ്ഞ നാളുകളിൽ കണ്ടതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആരൊക്കെയായിരിക്കും അത്? ഇത്രയും നാള് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്ന പലരെയും നമ്മൾ ആ പാതയിൽ കണ്ടുവന്ന് വരില്ല. നമ്മളുടെ ഒരു ഉയർച്ചയിലോ നമ്മളുടെ ഒരു മുന്നോട്ടുള്ള വളർച്ചയിലോ നമ്മളെ നോക്കി കൈയടിച്ചവര്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചവര്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, നമ്മളെ നല്ല വാക്ക് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്നവര്, ഇവരെയൊന്നും ഈ ഒരു 2ാം യാമത്തിൽ അല്ലെങ്കിൽ ഈ ഒരു 2ാമത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവന്ന് വരില്ല. കാരണം ആ ഒരു സമയത്ത് ഇവരെല്ലാം നമ്മളെ വിട്ട് മാറിപ്പോകുന്ന ഒരു അനുഭവം എന്നെ കേൾക്കുന്ന പലർക്കും ഇത് അവനവന്റെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു കാലത്ത് നമ്മളെ പ്രോത്സാഹിപ്പിച്ചവരൊന്നും എല്ലാ കാലത്തും നമ്മുടെ കൂടെ നിന്നു വന്ന് വരില്ല. അത് മാത്രമല്ല, പടകിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വെള്ളം കയറി തുടങ്ങിയ ഒരു സമയമാണ്. അതായത് ഇവർ ഓൾറെഡി ആവേശത്തോടെ തുടങ്ങി, എന്നാൽ തിരമാല വന്നു തുടങ്ങി, ഇവിടെ പടകില് വെള്ളം കയറി തുടങ്ങുന്ന ഒരു സമയം. ഇവിടെ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് എല്ലായ്പ്പോഴും സഡൻ ആയിട്ട് ഒരു ആക്ഷൻ കിട്ടിയെന്ന് വരില്ല, പെട്ടെന്ന് ഒരു മറുപടി കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇവിടെയുള്ള ഒരു ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ പെട്ടെന്ന് മറുപടി കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, പ്രശ്നങ്ങൾ എന്റെ പടകിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥന കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മൾ വിത്തുകളുടെ ഉപമ വെച്ച് പഠിക്കുകയാണെങ്കിൽ, നല്ല നിലത്ത് വീണ വിത്താണെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും പ്രാർത്ഥന മുറുകെ പിടിക്കുകയും ചെയ്യും. എന്നാൽ വിശ്വാസം കുറഞ്ഞു പോകാനും പ്രാർത്ഥന കുറയാനും ഒക്കെ സാഹചര്യമുള്ള ഒരു സമയമാണിത്. കാരണം എനിക്ക് സഡൻ ആയിട്ട് ഒരു മറുപടി, ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു മറുപടി ദൈവം തരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരാൻ കാരണം തന്നെ നമ്മുടെ ഫോക്കസ് മാറുന്നതാണ്. നമ്മൾ പത്രോസ് ആ കടലിലൂടെ നടന്ന ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പൊക്കെ നടന്നു കാണുമായിരിക്കും, നമുക്ക് അറിഞ്ഞൂടെ എത്ര സ്റ്റെപ്പ് വെച്ചു എന്നുള്ളത്. അപ്പോ പത്രോസിന് വിശ്വാസത്തിന്റെ ഒരു പടിയെങ്കിൽ ഒരു പടി വെള്ളത്തിന് മീതെ വെക്കാൻ പത്രോസിന് കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയൊരു കാര്യം. പത്രോസിനെയൊക്കെ ഒരുപാട് കുറ്റങ്ങളൊക്കെ എല്ലാവരും പറയുമെങ്കിലും പത്രോസ് നമ്മളെക്കാളൊക്കെ എത്രയോ നല്ലവൻ. ആ വിശ്വസിച്ച് കർത്താവിനെ നോക്കി ഒരു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എത്രയോ നല്ലൊരു കാര്യമാണ്. നമ്മളോടുള്ള ബന്ധത്തിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ വ്യക്തമായ കാഴ്ചപ്പാടൊന്നും തരാതെ പോകാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവുക. നമുക്ക് വ്യക്തമായ റൂട്ട് മാപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോവില്ല. അതിന്റെ ഡെസ്റ്റിനേഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോവാറുള്ളൂ. ഇവിടെ പത്രോസിന്റെ അവിടെ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് മാറിയിട്ടില്ല, വിളിച്ച ദൈവം അവിടെ തന്നെ നിൽക്കുന്നു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അപ്പോഴും ആ കർത്താവ് തന്നെയാണ് ഇവന്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം അത് തന്നെയാണ്, സമുദ്രം അത് തന്നെയാണ്, ദൈവം അത് തന്നെയാണ്. പക്ഷെ ഫോക്കസ് മാറുന്നു, പത്രോസിന്റെ ഫോക്കസ് മാറുന്നു. കർത്താവിനെ നോക്കി യാത്ര ചെയ്ത പത്രോസിന്റെ ഫോക്കസ് മാറിയത് കൊണ്ടാണ് അവിടെ മുങ്ങാൻ തുടങ്ങിയത്. ഇത് തന്നെയാണ് നമ്മുടെ 2ാം യാമത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. എന്താണ്? നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കൂ. എന്ത് വലിയൊരു പ്രശ്നം. നമ്മൾ ആദ്യത്തെ യാമത്തിൽ കണ്ടത് എന്ത് നല്ലൊരു ദൈവം, അല്ലെങ്കിൽ എത്ര വലിയവനായ ദൈവം എന്ന് നമ്മൾ ആസ്വദിച്ചറിഞ്ഞിട്ട് 2ാം യാമത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്തോ ഒരു പ്രശ്നങ്ങളാണ്, എത്ര വലിയ പ്രശ്നങ്ങളാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ദൈവം പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് ഒരു പരിഹാരം തരുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നൊരു മറുപടി തരുന്നില്ല എന്നുള്ളത് നമ്മുടെ 2ാം യാമത്തിലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ തിരമാലയും കാറ്റും അടക്കാൻ ശിഷ്യന്മാർ എത്ര വിചാരിച്ചാലും നടക്കില്ല, അല്ലെ? ഈ ശിഷ്യന്മാർ എത്രയൊക്കെ എന്ത് ചെയ്താലും അവരെ കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ശാന്തമാക്കുവാൻ നമ്മളെ എത്ര അതിലേക്ക് നമ്മളിപ്പോ അതിലേക്ക് നോക്കിയത് കൊണ്ടാണല്ലോ താണു പോകുന്നത് പത്രോസ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നം വലുതാണെന്ന് കണ്ട് നമ്മൾ പ്രശ്നത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ താണു പോകുന്നത് നമ്മുടെ ഫോക്കസ് മാറുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മളത് നോക്കിയത് കൊണ്ടോ അതിലേക്ക് നോക്കിയിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ പ്രശ്നത്തിന്റെ ലെവല് കൂടാനോ താഴാനോ കുറയ്ക്കാനോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 2ാം യാമത്തിലും നമ്മൾ ചെയ്തു വരേണ്ട ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന അനേക സഹോദരിമാര് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരുണ്ട്, എനിക്കറിയാം. ഈ മീറ്റിങ്ങിൽ തന്നെ പലരും ഉണ്ട്. പ്രശ്നങ്ങളുടെ മധ്യ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ആന്റിമാരാണ് എന്റെ കൂടെ ഉള്ളതെന്ന് അറിയാം. എന്നാൽ 2ാം യാമത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നിർത്തരുത്. കാരണം ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. നമുക്ക് 1ാം യാമത്തിൽ നമുക്ക് ദൈവം ഒരു വിശ്വാസം തന്നു, നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഉപനിധിയാണത്. നമ്മൾ അതുകൊണ്ട് ഈ 2ാം യാമത്തിൽ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ വിശ്വാസത്തെ ദൈവം
ഉറപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഉറപ്പിക്കാൻ സാധിക്കുന്നത്? നമുക്കറിയാം ഉറപ്പിക്കുന്നത് എങ്ങനെയാ. ഒരു ആശാരി ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആണി ഉറച്ചതാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി നോക്കും. നമ്മുടെ വിശ്വാസം കുറയുന്ന അനുസരിച്ച് നമ്മുടെ പ്രാർത്ഥന കുറയും. അപ്പൊ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി എന്ത് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ ആ കുട്ടി വലുതായി കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ദൈവം വിശ്വാസത്തിൽ അവനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് കർത്താവ് ഈ നിലയിലുള്ള പ്രതികൂലങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. ഒരു കുട്ടി എന്നും അഭികമായ ഒരു ശിശുവായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം, കാത്തിരുന്ന് കർത്താവിന്റെ മറുപടി കാണണം. മാത്രമല്ല ഒരു സിദ്ധത ഉള്ളവനായിട്ട് തീരണം. നമുക്കറിയാം കഷ്ടത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവം ഈ കഷ്ടതയിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ സിദ്ധത എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വഭാവമായി മാറുകയാണ്. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ശീലമായി മാറുകയാണ്. ദൈവം മറുപടി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കും എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും. ഏത് പ്രശ്നത്തിനുള്ള ഏക പരിഹാരം പ്രാർത്ഥന എന്നുള്ളത് മാത്രമാണ്. എന്നെ സ്നേഹിക്കുന്ന പല സഹോദരിമാരോടും മുതിർന്ന സഹോദരിമാരോടൊക്കെ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ, കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ, അതൊക്കെ പറയാറുണ്ട്. ഞാൻ പറയും ചില ആൾക്കാർ പണ്ടത്തെ പോലെ എന്നോട് മിണ്ടുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ഞാനാണെങ്കിൽ അവർ മിണ്ടില്ല എന്ന് എനിക്ക് അറിയില്ല, ഞാൻ അറിയാതെ അവരോട് ചിരിച്ചു പോകും. ചിരിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ ഫേസ് കാണുമ്പോൾ മനസ്സിലായി ഇവർക്ക് എന്നോട് ദേഷ്യമുണ്ട്, തിരിച്ച് ചിരിച്ചില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുതിർന്ന സഹോദരിമാര് എന്റെ കൂടെയുള്ളവരൊക്കെ പറയാറുണ്ട്, സാരമില്ല സുനി, അവരെന്തെങ്കിലും കാരണവശാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും, എന്നാൽ നമുക്ക് ചെന്ന് തിരുത്തി കൊടുക്കാമെന്നൊന്നും അവർ പറയില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് നല്ലൊരു മറുപടിയാ അത്. ആ ഒരു വാക്കിൽ എനിക്ക് ഒരു പ്രത്യാശ അവർ തരികയാണ്. പ്രാർത്ഥിക്കാം, ദൈവം പ്രാർത്ഥിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് ഏതൊരു കാര്യത്തിലും നമ്മളെ ദുഃഖിപ്പിക്കാൻ വലിയ വലിയ സംഭവങ്ങളൊന്നും വേണമെന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഇന്ന് ചിരിച്ചവര് നാളെ നമ്മളെ നോക്കി ചിരിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ദുഃഖം വരും. പക്ഷെ പ്രാർത്ഥനയിലൂടെ സാധിക്കാത്ത കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, കഴിഞ്ഞ യാമത്തിൽ ദൈവം എനിക്ക് മറുപടി തന്നു, ഈ യാമത്തിൽ ദൈവം എനിക്ക് പെട്ടെന്ന് മറുപടി തരുന്നില്ല. ഇത് എന്റെ കുഴപ്പമാണോ അതോ ദൈവത്തിന്റെ കുഴപ്പമാണോ? ദൈവം അതേ ദൈവം തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരംഭകാലത്തില് ഒരു ശിശുവായിട്ട് ഇരുന്നത് പോലെ തന്നെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കില്ല. ദൈവം എന്നിൽ സിദ്ധത ഉളവാക്കുവാൻ, അല്ലെങ്കിൽ എന്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ഈ പ്രശ്നങ്ങളിലൂടെ കടത്തിവിടുന്നു. ഒന്നാം യാമത്തിൽ നമ്മൾ കണ്ടല്ലോ, പ്രലോഭനങ്ങൾ പ്രതികൂലങ്ങൾ ഒന്നും ഇല്ലാതെ വളരെ ശാന്തതയോടുകൂടി പോവുകയാണ്. എന്നാൽ നമുക്കറിയാം ഈ ഒന്നാം യാമത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ തന്നെ ആ വ്യക്തിയെ പ്രലോഭനങ്ങളിലൂടെ കടത്തി വിടുകയാണെങ്കിൽ ഒരു പക്ഷെ ആ വ്യക്തിക്ക് യോസേഫിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ കാണുന്നത് പോലെ യോസേഫിനെ പോലെ ആ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് ഉടുപ്പൂരി കളഞ്ഞിട്ട് ഓടാനുള്ള ആ ഒരു പക്വത വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദൈവം ആ സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ആ വ്യക്തികളെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയാണ്. കാരണം പ്രലോഭനങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തികളെ മാറ്റി നിർത്തുന്നു. കാരണം അത് സഹിക്കാനോ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനോ ഉള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് രക്ഷിക്കപ്പെട്ട ആദ്യ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ഇങ്ങനെയുള്ള ചാൻസസിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്നത്. എന്നാൽ രണ്ടാം യാമത്തിൽ നമുക്ക് പ്രലോഭനങ്ങളുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ചെസ് പോലെയാണ്. ഓരോ നീക്കങ്ങളും ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ പ്രലോഭനങ്ങളുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കടത്തി വിട്ടിട്ട് ദൈവം ദൂരെ ഇരുന്ന് നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം നമ്മളെ രക്ഷിക്കും. അപകടമായ സാഹചര്യം വരികയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും. കാരണം പാപത്തോട് പോരാടാൻ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ സാഹചര്യങ്ങൾ ദൈവം തക്ക സമയത്ത് നമ്മളെ വന്ന് താങ്ങിയെടുക്കും. കാരണം കുട്ടി വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പ്രലോഭനങ്ങളിൽ അകപ്പെടുമ്പോൾ എങ്ങനെ തലയൂരി വരാൻ പറ്റും? ഇപ്പൊ യോസേഫിന്റെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. എങ്ങനെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റും? നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്ന് എങ്ങനെ ഓടാൻ പറ്റും, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്കവറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണേ? ദൈവമേ, പാപം ചെയ്യാതെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ആ ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഏത് പ്രായത്തിലും പാപത്തോട് പോരാടുന്നതിൽ വിജയം പ്രാപിക്കാൻ പറ്റും. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു ശക്തി എന്ന് പറയുന്നതിൽ നമ്മുടെ തീരുമാനം കൂടിയുണ്ട്. എന്റെ തീരുമാനം എന്താ? ആ പാപത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ എനിക്കിത് തരണമേ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന വേറെയാണ്. കാരണം ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കില്ല, ആ വഴിയായിരിക്കില്ല, ആ ജോലി ആയിരിക്കില്ല. എന്നാൽ ദൈവമേ, എനിക്ക് ഈ പാപം ചെയ്യാതെ ജീവിപ്പാനുള്ള ഒരു കൃപ. നമ്മൾ പാടാറുണ്ടല്ലോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുമോ. രക്ഷിക്കപ്പെടുന്ന സമയത്തൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. എന്നാൽ എല്ലാ കാലത്തും പാടേണ്ട ഒരു പാട്ടാണ്. ദൈവത്തോട് പറയാം, ദൈവമേ, പാപം ചെയ്യാതെ ജീവിപ്പാൻ, പാപമുള്ള ഈ സാഹചര്യങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും ഇതിൽ നിന്ന്
രക്ഷപ്പെടാൻ എനിക്ക് കൃപ തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആ ഒരു ആഗ്രഹവും ആ ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും ഈ പ്രലോഭനവും പ്രതികൂലവും ഒക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ, എന്റെ പ്രലോഭനം എനിക്ക് ഒരുപക്ഷെ മറ്റൊരാളോട് പറയാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ വിചാരിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെന്ന് തോന്നുന്ന ആന്റിമാരോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അവർ നമ്മളെ ശക്തിപ്പെടുത്താനിടയാവും. വിശ്വാസ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ തളർത്താൻ പിശാചിന് എളുപ്പമാണ്. എന്നാൽ നമ്മൾ ശക്തമായിട്ട് നമ്മൾ അവരുടെ കൂടെ, മറ്റുള്ള പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നമ്മൾ നിന്ന് നമ്മൾ പ്രാർത്ഥന ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നമുക്ക് ചുറ്റും ഒരു വേലി തീർക്കാനിടയായി തീരും. അത് മാത്രമല്ല, തിരമാലകൾ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ഭക്തൻ ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, തിരമാലകൾ എത്ര തന്നെ അലറിയാലും അതിന് മുകളിൽ ഒരു വിശ്വാസിയുടെ നിലവിളി കേൾക്കണം. നിലവിളി എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയാണ്. തിരമാലകളെക്കാൾ ശക്തമായിട്ട്, നമ്മൾ തിരമാലകളെക്കാൾ ശക്തനായി ദൈവത്തെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ വിശ്വാസം ദൈവം ഉറപ്പിക്കുകയാണ്. ഈ 2-ാം യാമത്തിൽ ദൈവം നമ്മളെ ഉറപ്പിക്കുകയാണ്. കാരണം ഉത്തരം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്നല്ല പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെ പോലെ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. 3-ാം യാമത്തിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് കടന്നു പോകാം. ഇത് പാതിരാത്രിയാണ്. 12 മണി മുതൽ 3 മണി വരെയുള്ള ഒരു സമയം. പാതിരാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂരിരുട്ടാണ്, എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയം. മറ്റേ 2-ാം യാമത്തിൽ ഞാൻ പറഞ്ഞത് പ്രതികൂലം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ ഇവിടെ സകലവും പ്രതികൂലമായി നിൽക്കുന്നു. ഈ ഒരു സമയത്ത് ശിഷ്യന്മാർ എവിടെയാണ്? നമുക്ക് നോക്കുകയാണെങ്കിൽ വായിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയാം. പടക് നടുക്കടലിലും യേശു മലമുകളിലും ഇരിക്കുന്ന ഒരു സമയം. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, 10-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നവൻ. നമുക്ക് ദൈവം പോലും എന്നെ മറന്നുപോയി എന്ന് തോന്നുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ ഈ 3-ാം യാമം. അക്കരെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ലാതെ പോകുന്നു. ശിഷ്യന്മാർ അക്കരെ എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയാണ് തുഴഞ്ഞത്. എന്നാൽ ഈ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കറിയാം, ഈ നടുക്കടലിൽപ്പെട്ട ശിഷ്യന്മാർക്ക് അക്കരെ എത്തുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ പോലും ഇല്ലാതെ പോകുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമാണ് 3-ാമത്തെ ഒരു യാമം എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുതൽ നിത്യസൂര്യനായ കർത്താവ് രണ്ടാമത് വരുന്ന ആ കാലഘട്ടം വരെയുള്ള ആ ആഗോള ക്രിസ്തീയ ഒരു കാലഘട്ടത്തെ നമ്മൾ 4ആയിട്ട് വിഭജിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ഈ 3-ാം യാമത്തിലാണ്. കാരണം എല്ലാം വിശ്വാസികൾക്ക് പ്രതികൂലമായി തീരുന്ന ഒരു സമയമാണിത്. എന്നാൽ കർത്താവ് നമുക്ക് ശുഭപ്രതീക്ഷ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് കാണുന്നില്ല. നമ്മളിവിടെ കാണുന്ന മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്യായം ചെയ്യുന്നവനെല്ലാം ശുഭം പ്രാപിക്കുന്നുവെന്ന് നമുക്ക് തോന്നുകയാണ്. അത് മാത്രമല്ല, വളഞ്ഞ വഴിക്ക് സഞ്ചരിക്കുന്നവരെല്ലാം അവരുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നു. എനിക്ക് എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല? എന്റെ മുമ്പിൽ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ച പലർക്കും അവര് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ അവരോട് പറയുകയാണ്, ദൈവം പോലും നിന്നെ മറന്നു കളഞ്ഞല്ലോ. അല്ലെങ്കിൽ അപ്പൊ തന്നെ അവരുടെ മനസ്സിൽ തോന്നും, സകലവും വിട്ട് ദൈവമേ ഞങ്ങൾ അനുഗമിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ. സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്, എന്റെ കൈകൾ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വ്യർത്ഥമായി പോയി എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഇവിടെയാണ് വരുന്നത്. കാരണം ഞാൻ നേരോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നിട്ടും അന്യായം ചെയ്യുന്നവൻ ശുഭം പ്രാപിച്ചു വരുന്നു, വളഞ്ഞ വഴിക്ക് സഞ്ചരിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുന്നു, അവരൊക്കെ നല്ല നല്ല രീതിയിൽ അവർ നിലനിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ തോന്നലാണ് കേട്ടോ. പക്ഷെ ദൈവം നമ്മുടെ കാൽക്കുലേഷൻ അല്ല, ദൈവത്തിന്റെ കാൽക്കുലേഷൻ. എന്നാൽ മറ്റുള്ളവർ പോലും അങ്ങനെ പറയും, കണ്ടോ നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിന്റെ അവസ്ഥ എന്തായി, അവിടെയുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും വിവാഹം കഴിയുന്നു, എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിയുന്നില്ല, എല്ലാവർക്കും ജോലി കിട്ടുന്നു, എനിക്ക് മാത്രം ജോലി കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സമയമാണ്. കർത്താവ് പോലും കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ആ നടുക്കടലിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സമയം. ഇവിടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മറുപടി കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളെ കൊണ്ട് കലുഷിതമായത് കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ആത്മീകന്മാർക്ക് ഒരു ശരാശരി എന്ന് പറയുന്ന വാക്ക് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആത്മീകന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ 3-ാം യാമത്തിലുള്ളത്. നമ്മളെല്ലാവരും നമ്മൾ തന്നെ ആയിരിക്കുന്ന സഭകളിലേക്കും സമൂഹങ്ങളിലേക്കും ഒന്ന് നോക്കിക്കേ. അധർമ്മം പെരുകുന്ന ഒരു സമയമാണ് അല്ലെ. ആത്മീകന്മാരെ എല്ലാം ഒറ്റപ്പെടുത്തുകയും അവരെ കൂട്ടം കൂടി ആക്രമിക്കുകയും സഭ
സഭകളിൽ പോലും ആത്മീകരെ മൂലക്കിരുത്തുകയും ജഡീകന്മാര് സഭകൾ ഭരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. സഭകൾ മാത്രമല്ല, സമൂഹത്തിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളഞ്ഞ വഴിക്ക് സഞ്ചരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, എല്ലാ നമ്മൾ നന്മ എന്ന് തോന്നുന്നതൊക്കെ അവർക്കാണ് കിട്ടുന്നത്. നമുക്ക് കഷ്ടവും നഷ്ടവും രോഗവും ദുഃഖവും അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് തീട്ടുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും വ്യർത്ഥമായി പോയോ എന്നുള്ളൊരു ചിന്ത. എന്നാൽ അത് തോന്നാതിരിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി കിട്ടുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് കുറച്ച് താമസിച്ച്, നമ്മൾ പ്രാർത്ഥനയ്ക്ക് 4 റെസ്പോൺസ് നമ്മൾ പറയാറുണ്ട്: യെസ്, നോ, വെയിറ്റ് എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് യെസ് എന്ന് പറയുമ്പോൾ ഉടനടിയുള്ള മറുപടിയാണ്. എന്നാൽ രണ്ടാമത്തെ സെക്ഷനിൽ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ മറുപടി ഒന്നും നമ്മൾ കാണുന്നില്ല. പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ 12ാം സങ്കീർത്തനത്തിൽ കേൾക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. 12ാം സങ്കീർത്തനത്തിൽ നമ്മൾ പറയുന്നത് എന്നാ, യഹോവേ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് അങ്ങനെ കരയുന്നത്? അലറി വിളിച്ചുകൊണ്ട് സങ്കീർത്തനകാരൻ പറയുകയാണ്, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അത് പറയാൻ പറ്റും. കർത്താവെ രക്ഷിക്കണമേ, ഇവിടെ ഭക്തന്മാര് ഇല്ലാതെ പോകുന്നു. കാരണം വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ തുടർന്ന് പോകണമെങ്കിൽ വളരെയധികം സഹിഷ്ണുത ആവശ്യമാണ്. അനേക വിശ്വാസ വീരന്മാര് പട്ടുപോയത് ഈ 3ാമത്തെ യാമത്തിലാണ്. ഒരുപാട് വിശ്വാസ വീരന്മാർ, കാരണം അവർ സഹിക്കുന്ന പ്രതികൂലങ്ങൾ വളരെയാണ്. ആ ഒരു സമയത്ത് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുമ്പോഴൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ സഭകൾ വിട്ടുപോകുന്നു. നമ്മുടെ യങ്സ്റ്റേഴ്സും ഇതുപോലെ സഭകൾ വിട്ടുപോകുന്നു. അതിന്റെ കാരണം വേറെയാണ്, അത് നമുക്കറിയാമല്ലോ, അത് നമ്മളുടെ വിഷയമല്ല. ഇവിടെ നല്ല മാതൃകകൾ വളരെ കുറവായിട്ടേ കാണാറുള്ളൂ. സഹോദരിമാരെ, നമ്മളൊക്കെ ഒരു നല്ല ആണെന്ന് നമ്മളെ തന്നെ ഉറപ്പുവരുത്തി നമുക്ക് നിൽക്കാം. 99 തെറ്റായ മാതൃക ആയിക്കോട്ടെ, നമ്മൾ ഒരാൾ മാത്രം. പക്ഷെ ഇന്ന് സഭകളിൽ കാണുന്നത് ആത്മീകരെന്ന് തോന്നുന്നവര് പോലും അനാത്മിക പ്രവണതകൾക്ക് കൂട്ടി നിൽക്കുകയും അതിന് കൊടിപിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു ഭൂരിപക്ഷം ആൾക്കാർ പോലും ഈ അനാത്മീയ പ്രവണതയ്ക്ക് അല്ലെങ്കിൽ ജഡീകന്മാരുടെ പ്രവർത്തികൾക്ക് കൂട്ടു നിൽക്കുകയും അങ്ങനെ ആത്മീയത കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നമ്മളെല്ലാവരും, ഞാൻ എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്: നേരോടെ നിൽക്കാനുള്ള കൃപ തരണമേ ദൈവമേ. നേരോടെ നിൽക്കാൻ ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം എന്റെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരി നേരോടെയല്ല ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ആ സഹോദരിയുടെ കൂടെ നടക്കുമ്പോൾ വളഞ്ഞ വഴി ഞാൻ അറിയാതെ പോകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. എന്നെ മറ്റേ കൂട്ടു സഹോദരി എന്നോട് പറഞ്ഞു, സുനി, ഞാനിതുവരെ കണ്ട സുനിയല്ലോ ഇത്, നിനക്ക് എന്ത് പറ്റി? ആരാ നിന്റെ കൂട്ടുകാരി? അപ്പൊ നമ്മൾ ആമോസിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, 2 പേരും ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ സാധിക്കില്ല. ദൈവമേ, നേരോടെ നിൽക്കാനുള്ള കൃപ തരണേ. ആത്മീയരെന്ന് തോന്നുന്ന പലരും ആത്മീയതയുടെ പരിവേഷം മാത്രമേ ഉള്ളൂ. അവരോട് വ്യക്തിപരമായിട്ട് അടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സകലവും വ്യാജമാണ്. നമ്മളിത് മനസ്സിലാക്കുന്നത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടല്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവർക്ക് അവരുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇതാണ് ഈ സമയത്ത് ശരിയായ മാതൃകകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതൃക നമുക്ക് മുറുകെ പിടിക്കാം. ആ മാതൃകയിൽ തന്നെ മുന്നോട്ട് പോകുന്നവർ പോട്ടെ, നീതിമാന്മാർ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ തെറ്റായ മാതൃകകളിലേക്ക് നമ്മൾ പോകാതെ ഈ ഒരു സാഹചര്യത്തിൽ 3ാമത്തെ യാമത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് ചിന്തിപ്പിക്കുന്ന, ഞാൻ വായിക്കുന്നില്ല, ആ സമയത്ത് കർത്താവ് വന്നപ്പോൾ അവർ കണ്ടത്, കർത്താവ് എന്നെ കടന്നു പോകുന്നു എന്ന് തോന്നി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ ഭാഗം. കർത്താവ് എന്നെ കടന്നു പോകുന്നു എന്ന്. ഞാൻ ഈ കഷ്ടതയിലൂടെ തണ്ട് വലിച്ച് വലഞ്ഞ് കഷ്ടപ്പെട്ട് ഭാരപ്പെടുന്ന ഈ ഒരു സമയത്ത് കർത്താവ് പോലും എന്നെ കടന്നു പോവുകയാണോ? എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാതെ, ദൈവമേ നീയും കടന്നു പോകണം. എന്നെ മൈൻഡ് ചെയ്യാതെ പലരും കരക്കിരുന്ന്, പലരും സഹായിക്കാൻ കഴിയുന്ന പലരും അപ്പുറത്തും നോക്കിയിരിക്കുന്നുണ്ട്. അതെനിക്ക് വിഷയമല്ല. പക്ഷെ എന്റെ കർത്താവെ, നീയും എന്നെ കടന്നു പോവുകയാണോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഈ 3ാമത്തെ യാമത്തിലുള്ളത്. എന്തുമാത്രം ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് തോട്ട്സ് എന്തുമാത്രമാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഏത് യാമത്തിലും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവം ശക്തമായ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ നമ്മളുടെ കണ്ണുകൾ മങ്ങിപ്പോകുന്നത് കൊണ്ടോ നമ്മുടെ ഹൃദയം കഠിനമാകുന്നത് കൊണ്ടോ ആണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. നമ്മൾക്കറിയാം, രാത്രിയിൽ ജാഗരിക്കുന്ന വ്യക്തിക്ക്, നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, എന്താണ്, രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ രാത്രിയുടെ അനുഭവങ്ങൾ, അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന സമയത്ത് ദൈവം നമുക്ക് സ്തോത്രഗീതങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തരും. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അതിന് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് ഇവിടെ നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുകയാണ്. നേരത്തെ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ 2ാം യാമത്തിൽ നമ്മൾക്ക് ശോധനകൾ തന്നു, പ്രലോഭനങ്ങൾ തന്നു. ഇവിടെ നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുകയാണ്. എന്തിനാ കർത്താവ് നമ്മുടെ വിശ്വാസം ശോധന ചെയ്യുന്നത്? നമ്മളെക്കാളും നന്നായിട്ട് നമ്മളെ അറിയുന്ന
ഒരു കർത്താവാണ് നമുക്കുള്ളത്. എനിക്ക് എന്തോരം വിശ്വാസം ഉണ്ടെന്നുള്ളത് കർത്താവിനെ അറിയാം. പിന്നെ എന്തിനാ ശോധന ചെയ്യുന്നത്? കർത്താവിനെ അറിയാൻ വേണ്ടിയിട്ടല്ല, കർത്താവിനെ ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവൾക്ക് ഇപ്പൊ യോബിന്റെ സമയത്ത്, യോബിന്റെ കാര്യത്തിൽ എന്താ പറയുന്നത്? ഇവന് നീ ഇന്നതൊക്കെ ചെയ്തത് കൊണ്ടാണല്ലോ അവൻ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ശക്തി നമുക്ക് പിശാച് നമുക്ക് വേണ്ടിയും അതുപോലെ വാദിക്കുന്നുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്: ഞാൻ അവൾക്ക് തക്ക സമയത്ത് മറുപടി കൊടുത്തില്ലെങ്കിലും, ഇൻസ്റ്റന്റ് ആയിട്ട് അവൾക്ക് ഒരു പരിഹാരം കൊടുത്തില്ലെങ്കിലും, പ്രാർത്ഥനയ്ക്ക് മറുപടി അപ്പൊ കൊടുത്തില്ലെങ്കിലും, വേണ്ടുന്ന നന്മകളൊന്നും തക്ക സമയത്ത് കൊടുത്തില്ലെങ്കിലും അവൾ എന്നെ മുറുകെ പിടിക്കും. നിന്റെ മുമ്പിൽ ഞാൻ ലോകത്തിന് മുമ്പിൽ എന്റെ മകളെ ഞാൻ ഉയർത്തി കാണിക്കുകയാണ്. ഇത്രയും കഷ്ടതയിലൂടെ ഞാൻ കടത്തി വിട്ടിട്ടും അവൾ എന്നെ മുറുകെ പിടിക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് പിശാചിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ കാണിച്ചു കൊടുക്കുന്ന ഒരു സമയമാണിത്. പ്രിയ സഹോദരിമാരെ, ഈ അവസ്ഥയിലേക്കൂടെ കടന്നു പോകുന്ന പലരെയും എനിക്കറിയാം. നമ്മൾ ഈ സമയത്ത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക. കാരണം ദൈവം കഷ്ടതയിലൂടെ കടത്തി വിട്ടിട്ട് പിശാചിനോട് പറയുകയാണ്, നീ നോക്കിക്കോ, എത്ര കഷ്ടതയിലൂടെ വിട്ടാലും എന്റെ മകൾ എന്നെ വിട്ടു പോകില്ല, എന്റെ സന്നിധി വിട്ടു പോകില്ല. ഞാൻ അവളുടെ വിശ്വാസം ശോധന ചെയ്ത് നിന്റെ മുമ്പിൽ കാണിച്ചു തരാം. സ്വർണം ഉരച്ചിട്ടാണ് ചെയ്യുന്നല്ലേ, ഉരയ്ക്കുമ്പോ വേദന ഉണ്ടാവില്ലേ? കർത്താവ് നമ്മളെ ഉരച്ച് ശോധന ചെയ്ത് തനി തങ്കമാണെന്ന് ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ പിശാചിനോട് കാണിച്ചു കൊടുക്കുകയാണ്. നീ വേണമെങ്കിൽ നോക്കിക്കോ, എന്റെ മകള് എന്റെ സന്നിധി വിട്ടു പോകില്ല എന്നുള്ള ഒരു ഇത്. നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തില് ഞാൻ 3-ാം യാമം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഇവിടെ നിന്ന്. ഇനി അധികം സമയമില്ല. 4-ാം യാമത്തെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പാട്ടിൽ പാടാറുണ്ടല്ലോ, മുറ്റും കടലിൻ മീതെ 4-ാം യാമത്തിൽ ഉറ്റ സഖിയവൻ വന്നിടും നിശ്ചയം. അപ്പൊ 4-ാം യാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? 4-ാം യാമത്ത് എന്ന് പറയുന്നത് ആ കോഴി കൂകുന്ന യാമം എന്നാണ് ഞാൻ വായിച്ചത്, അല്ലെ? മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കോഴി കൂകുന്ന ഒരു യാമം. അപ്പൊ കോഴി കൂകുന്നത് എന്താണ്? കോഴി നമ്മളോട് വിളിച്ചു പറയുന്നത് ഒരു പ്രഭാതം വരുന്നുണ്ട്, ഒരു പുലരി വരുന്നുണ്ട്. ഇത്രയും നേരം നിങ്ങൾ ഇരുട്ടിലായിരുന്നു, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു, ഇപ്പോഴിതാ ഒരു പുതിയ സുപ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതാണ് കോഴി നമ്മളോട് വിളിച്ചു പറയുന്നത്. നമുക്കറിയാം, കോഴി കൂകുമ്പോൾ തന്നെ നമുക്കറിയാം നേരം വെളുക്കാറായി, അല്ലെങ്കിൽ നേരം വെളുത്തു തുടങ്ങി എന്നുള്ളത്. അപ്പൊ ഈ കോഴി കൂകുന്ന യാമം വരാൻ പോകുന്നു. അപ്പം ഈ കോഴി കൂകുന്ന യാമത്തില് നമ്മൾ കാണുന്ന ഒരു പുലരി വരുന്നുണ്ട്. ഈ കോഴി കൂകുന്ന യാമം, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, 3-ാം യാമത്തിലാണ് നമ്മളിത് കാണുന്നത്, ഒരു കോഴി കൂകുന്ന ഒരു സമയം. അപ്പൊ നമ്മൾ ആ പ്രതീക്ഷ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? 4-ാം യാമത്തിലാണ് ഈ പുലരി നമുക്ക് വരുന്നത്. അപ്പൊ 4-ാം യാമത്തിൽ ഈ കർത്താവ് നമ്മൾക്ക് എന്താണ്, കർത്താവിന്റെ വരവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ സാധ്യതകളെല്ലാം അസ്തമിച്ചു. ഇനി ഒരു ശുഭപ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ കോഴി കൂകുന്ന ആ യാമത്തിൽ നമ്മൾ ഈ പുലരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം. നമുക്കറിയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ കടക്കേണ്ടതാകുന്നു. കർത്താവ് ഒരിക്കലും സുഗമമായ ഒരു യാത്ര നമുക്ക് പ്രോമിസ് ചെയ്തിട്ടില്ല. കർത്താവ് കഷ്ടങ്ങളിലൂടെ തന്നെയാണ് കർത്താവും കടന്നുപോയത്, നമുക്കും പ്രോമിസ് തന്നിരിക്കുന്നത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്നുള്ളതാണ്. നമ്മുടെ വിശുദ്ധി ഇവിടെ കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധിയും അവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആ ഒരു പൊൻപുലരി നമുക്ക് വരുമ്പോൾ ഒരു നിർമ്മല കന്യകയായിട്ട് കർത്താവ് നമ്മുടെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയാണല്ലോ നമ്മള്. അപ്പൊ കർത്താവ് നിർമ്മല കന്യകയായിട്ട് നമ്മളെ അവിടെ നിർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം തന്ന കർത്താവ് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു, വിശ്വാസത്തെ ശോധന ചെയ്യുന്നു. എന്നിട്ട് ലോകത്ത് ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ തുടരാനായിട്ട് ദൈവം നമ്മെ ഈ വിശ്വാസം ഞാൻ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത് ചോദിച്ചാൽ, വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഈ വിശ്വാസത്തിൽ നമ്മൾ തുടരുമ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിത ശൈലിയായി മാറുകയാണ്. പ്രശ്നങ്ങൾ വരുവോ വരാതിരിക്കുവോ, തിരമാലയുണ്ടോ കൊടുങ്കാറ്റുണ്ടോ, ഇതൊന്നും എന്റെ പ്രശ്നമല്ല, എനിക്ക് പ്രാർത്ഥിക്കണം. കാരണം ഈ ദൈവസന്നിധി വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഈ യോബ് പറയുന്ന പോലെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. ഇതാണ് യോബ് പറയുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് എന്താ പറയുന്നത്, ദൈവം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ പ്രത്യാശയുടെ പൊൻപുലരിയാണ്. നമ്മുടെ നീതിസൂര്യനായ കർത്താവ് വെളിപ്പെടുന്ന ആ ഒരു യാമം എത്രയോ അടുത്തു വന്നിരിക്കുന്നു. അതാണ് കോഴി കൂകുന്ന യാമം നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഒരു പുലരി വരുന്നു, നമുക്ക് ആ പുലരിക്കായിട്ട് കാത്തിരിക്കാം. പ്രിയ സഹോദരിമാരെ, നമ്മുടെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും എല്ലാം തീരാറായി, കർത്താവ് വരാറായി. ഇങ്ങനെ നമ്മൾ യോസെഫിന്റെ കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു. യോസെഫിന്റെ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും എടുത്തിടുന്നത്, നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ യോസെഫ് തന്നെയാ. ഒരു 3-ാം യാമത്തിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും പ്രശ്നമാണ്. യോസെഫിന് ഇപ്പൊ അവിടെ നിന്ന് ഇട്ടിട്ട് പോയാലും പ്രശ്നം, അവിടെ നിന്നാലും പ്രശ്നം. ഇതുപോലത്തെ, പക്ഷേ യോസെഫിനെ സംബന്ധിച്ച് അവനൊരു നല്ല കാലം, അവന്റെ ജീവിതം ദൈവം മാറ്റിമറിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതവും മാറ്റിമറിക്കാൻ പോവുകയാണ്. ഇത്രയും നാള് സഹിച്ചതിന്, ഇത്രയും നാള് ക്ഷമിച്ചതിന്, ഇത്രയും നാൾ
നാളും ഈ ശോധനയിലൂടെ കടന്നു പോയതിന് ദൈവം യോസേഫിന് ഒരു പ്രതിഫലം കൊടുത്തെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവം പ്രതിഫലം തരും. നമുക്ക് ആ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. കർത്താവിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത് നമ്മുടെ വളർച്ചയ്ക്കും വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കുവാനും ലോകത്തിന്റെ മുന്നിൽ നമ്മളെ ഒരു സാക്ഷിയായിട്ട് നിർത്താനും വേണ്ടി മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് വിശ്വാസത്തിൽ ഉറച്ച് നമ്മുടെ പ്രാർത്ഥന ശക്തമാക്കാം. ശക്തമായിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കോഴി കൂകുന്നത് നമുക്ക് കേൾക്കാം. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കഷ്ടങ്ങൾ അവസാനിക്കാറായി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു സോ മച്ച് സനി.